ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സീമ. ഇന്ന് 2 ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഓയിലി സ്കിന്നിന് എങ്ങനെയാണ് സ്കിന്നിൻ്റെ എണ്ണമയം മാറ്റുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡ്രൈ സ്കിന്നിനുള്ള ഒരു റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് നമുക്ക് വേണ്ടത് ബദാം ഓയിലും ഒലിവ് ഓയിലുമാണ്. ഇത് ഒലിവ് ഓയിലാണ്, ഇത് ബദാം ഓയിലാണ്. ഇത് രണ്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, രണ്ടിന്ന് ഓരോ സ്പൂൺ എടുക്കുക. 2 ഓയിലും ഓരോ സ്പൂൺ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് എടുക്കുക. എന്നിട്ട് ഇത് ബോയിൽ ചെയ്യണം. അത് ബോയിൽ ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് ഒരു 40 വയസ്സ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഈ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് മുഖത്തിൻ്റെ സ്കിന്നെല്ലാം ചുളിവ് വരുന്നുണ്ട്, അതുപോലെ കറുത്ത അടയാളം വരുന്നുണ്ട്. പിന്നെ വണ്ടിമേ യാത്ര ചെയ്യുമ്പോൾ വരുന്ന കരുവാളിപ്പ്, അല്ലാതെ മുഖക്കുരുവിൻ്റെ ഒക്കെ വരുന്ന കറുത്ത അടയാളങ്ങൾ, ഇതെല്ലാം മാറിക്കിട്ടാനായിട്ട് ഈ ഓയില് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഡബിൾ ബോയിൽഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് എങ്ങനെയാണ് ഡബിൾ ബോയിൽഡ് ചെയ്യുന്നതെന്ന് ഞാൻ കാട്ടിത്തരാം. ഇത് അടുപ്പത്ത് വെള്ളം വെച്ച് തിളപ്പിക്കുക. ഈ തിളച്ച വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഈ ഓയിൽ വെച്ച് കൊടുക്കുക. സ്റ്റൗ ഓഫാക്കുക. കാരണം ഈ വെള്ളത്തിൻ്റെ ചൂട് മാത്രം മതി ഈ ഓയിൽ ചൂടായി കിട്ടാനായിട്ട്. ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല. തിളച്ച വെള്ളത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഓയിൽ വെച്ച് കൊടുക്കുക. ഇത് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ചൂടായി കിട്ടിയാൽ മതി. ഓയിൽ തിളയ്ക്കൊന്നും വേണ്ട, ചൂടായി കിട്ടിയാൽ മതി. പിന്നെ യാതൊരു കാരണവശാലും ഓയിൽ ഡയറക്റ്റ് തീയിൽ ചൂടാക്കരുത്. ഇതുപോലെ വെള്ളം തിളപ്പിച്ച് അതിൻ്റെ മുകളിൽ മറ്റൊരു പാത്രത്തിൽ ഓയിൽ എടുത്ത് വെച്ച് ഡബിൾ ബോയിൽഡ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അല്ലെങ്കിൽ ഓയിലിൻ്റെ ഗുണം നഷ്ടപ്പെടും. യാതൊരു കാരണവശാലും ഓയിൽ തീയിൽ ഡയറക്റ്റ് ചൂടാക്കരുത്. പിന്നെ ഡ്രൈ സ്കിന്നിന് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവ് മാറും. അതുപോലെ തന്നെ സ്കിന്നിന് വന്നിരിക്കുന്ന കരിവാളിപ്പ്, കറുത്ത അടയാളങ്ങൾ, ഈ കെമിക്കൽ ഡൈ തേക്കുന്നത് കൊണ്ടുള്ള സ്കിന്നിന് വരുന്ന പിന്നെ കളർ ചേഞ്ച്, ഇതെല്ലാം മാറിക്കിട്ടാനായിട്ട് ഈ ഓയിൽ ഏറ്റവും നല്ലതാണ്. ഇത് നമുക്ക് രാത്രി ഓവർനൈറ്റ് മുഖത്തും കയ്യിലും ഒക്കെ തേച്ച് കിടക്കുന്നതിന് കുഴപ്പമില്ല. ഇല്ലേ അതിന് പറ്റാത്തവരാണെങ്കിൽ ഇത് തേച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുക. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇത് നമുക്കിനി എടുക്കാം. ഓയിൽ ചൂടായാൽ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ചെറു ചൂട്ടോടുകൂടി മുഖത്ത് തേച്ച് കൊടുക്കണം. മുഖത്തും കയ്യുമ്മയും കഴുത്തിലും ഒക്കെ തേച്ച് കൊടുക്കാം നമുക്ക്. ഇത് തേച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുക. ഓവർനൈറ്റ് വെക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വെക്കുന്നതിനും കുഴപ്പമില്ല. മുഖത്തിൻ്റെ ചുളിവെല്ലാം മാറിക്കിട്ടും. ഇത് ഡെയിലി നമുക്ക് ഉപയോഗിക്കാവുന്ന ഓയിലാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓയിൽ തേച്ച് കഴിഞ്ഞ് കഴുകി കളയുമ്പോൾ യാതൊരു കാരണവശാലും സോപ്പോ ഫേസ് വാഷോ ഉപയോഗിക്കരുത്. ചെറുപയർ പൊടി മാത്രം ഇത് കഴുകാൻ വേണ്ടി ഉപയോഗിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഡെയിലി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. നിങ്ങളുടെ ഡ്രൈ സ്കിൻ മാറിക്കിട്ടും. സ്കിന്നിൻ്റെ ചുളിവും കരുവാളിപ്പും ഒക്കെ മാറിക്കിട്ടും. നല്ല ഗ്ലോ കിട്ടും സ്കിന്നിന്. ഇനി അടുത്തത് ഇത് കടലമാവാണ്. ഇത് മഞ്ഞൾപ്പൊടി. ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. ഇത് നമുക്ക് സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും മുഖത്ത് ഒക്കെ വരുന്ന കരിവാളിപ്പ്, അതുപോലെ മുഖക്കുരുവിൻ്റെ അടയാളങ്ങൾ, പിന്നെ ഈ ഡൈ ഒക്കെ തേച്ച് കഴിഞ്ഞാൽ മുഖത്ത് കളർ ചേഞ്ച് വരുന്നുണ്ട്. അതിനൊക്കെ ഉപകാരപ്രദമായിട്ടുള്ളൊരു റെമഡിയാണ് ഇതും. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 1 സ്പൂൺ കടലമാവ് എടുക്കുക. 1 സ്പൂൺ കടലമാവ് ഒരു പാത്രത്തിലേക്ക് എടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മതി. അത് ഈ മഞ്ഞൾപ്പൊടി നിങ്ങൾ യാതൊരു കാരണവശാലും കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി മുഖത്ത് തേക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. ഈ മഞ്ഞൾപ്പൊടി ഞാനിവിടെ വീട്ടിൽ മഞ്ഞൾ ഉണങ്ങി പൊടിച്ചതാണ്. നിങ്ങൾക്ക് ഇനി മഞ്ഞൾപ്പൊടി വീട്ടിൽ ഇല്ല എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണങ്ങിയ മഞ്ഞൾ മേടിച്ച് കഴുകി ഉണക്കി പൊടിച്ച് വെക്കുക.
കാരണം ഈ ഉണങ്ങിയ മഞ്ഞളാണെങ്കിലും അത് കേടുവരാതിരിക്കാൻ കെമിക്കൽ ചേർത്ത് വരുന്നതാവും. അതുകൊണ്ട് അത് നമ്മൾ വാങ്ങിച്ചിട്ട് കഴുകി ഉണക്കിയിട്ട് വേണം മിക്സിയിലിട്ട് പൊടിച്ച് അതൊരു ചെപ്പിലാക്കി വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. യാതൊരു കാരണവശാലും കടകളിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞള് സ്കിന്നിൽ തേക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. ഇനി ഇത് ഉപയോഗിക്കേണ്ട വിധം പറഞ്ഞു തരാം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പാലിലോ വെള്ളത്തിലോ ഇത് പേസ്റ്റ് രൂപത്തിലാക്കുക. ഞാനിപ്പോൾ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പാലുണ്ടെങ്കിൽ പാലാണ് ഏറ്റവും ബെറ്റർ. പാലിലോ വെള്ളത്തിലോ ഇത് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കുക. നല്ലപോലെ മിക്സ് ചെയ്യണം. രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് മുഖത്ത് തേക്കുക. ഇത് മുഖത്ത് തേച്ച് കൊടുക്കുക. മുഖത്ത് തേച്ചൊരു 10-20 മിനിറ്റ്, ഏറ്റവും കുറഞ്ഞത് 10 മിനിറ്റ് എങ്കിലും മുഖത്ത് വെക്കണം. 20 മിനിറ്റ് വരെ ഇത് മുഖത്ത് വെക്കുന്നതാണ് നല്ലത്. 20 മിനിറ്റ് മുഖത്ത് വെച്ചിട്ട് ഇത് നോർമൽ വാട്ടറിൽ കഴുകി കളയുക. അത് കഴിഞ്ഞ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ സോപ്പോ ഫേസ് വാഷോ യാതൊന്നും നിങ്ങൾ ഇതിന് ഉപയോഗിക്കരുത്. നിങ്ങൾ ചെറുപയർ പൊടി മാത്രം മുഖം കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. സോപ്പോ ഫേസ് വാഷോ ഒന്നും ഉപയോഗിക്കരുത്. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 2-3 വട്ടം ചെയ്താലും മതി. മുഖത്തിന് നല്ല ഗ്ലോ കിട്ടും. നിങ്ങളുടെ സ്കിന്നുമുള്ള കറുത്ത അടയാളങ്ങളും പിന്നെ കരിവാളിപ്പ് ഇതെല്ലാം മാറിക്കിട്ടും. മുഖത്തും കഴുത്തിലും കയ്യിലും നിങ്ങൾക്ക് ഇത് തേക്കാവുന്നതാണ്. സമയം കിട്ടുമ്പോഴൊക്കെ തേക്കുക. ആഴ്ചയിൽ 2-3-4 ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. യാതൊരു കെമിക്കലും ഇല്ലാത്തതാണ്. ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു, ബൈ.